ഹലോ വെൽക്കം ബാക്ക് ടു എസ്ലിയസ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നിട്ട് ടെമ്പിൾ വ്ളോഗാണ് കേട്ടോ. പെർളശ്ശേരി അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞുണ്ട്, തൃശങ്കയുണ്ട് ഗൈസ് എൻ്റെ ഒരു കമ്പനിക്ക്. എനിക്കിങ്ങനെ ആരെങ്കിലും ഒരു എന്താ പറയുക, എൻ്റെ ഒരു വൈബിനൊത്ത് ആരെങ്കിലും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്, ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത്. വൈകുന്നേരം നട തുറക്കുന്നതിൻ്റെ ആ ഒരു സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ എസക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ ആൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ കരിയും അങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉറങ്ങുക വരെയില്ല, ചില സമയത്ത് മാത്രമേ ആൾ ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വൊമിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പെട്ടെന്ന്, കാരണം ലോങ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അതും ഒരു ഉച്ച കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം തോന്നുന്നു ചെറുതായിട്ടൊന്ന് വൊമിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രം കേട്ടോ. പിന്നെ അങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവിടെ എത്തി നമ്മൾ ആദ്യം ഈ ഒരു കുളത്തിൽ വന്നിട്ട് കാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ അമ്പലത്തിലോട്ടേക്ക് കയറുക. പിന്നെ ഈ ഒരു കുളത്തിൽ വന്നിട്ട് എപ്പോഴും നിറയെ മീനായിരിക്കും. ഇതിൽ എന്തെങ്കിലും വിശ്വാസമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിറയെ മീനുകളായിരിക്കും. അത് നമ്മളെ കാലൊക്കെ വന്ന് കടിക്കണം എന്നാണ് പറയുക. അപ്പം എസക്കുട്ടിയാണെങ്കിൽ അത് കണ്ടപാടെ ആൾ ഭയങ്കര എന്താ പറയുക, ആ മീനിനെ കണ്ട് സന്തോഷത്തിലാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ എസക്കുട്ടീനെ ഈ ഒരു കുളത്തിൽ ഇങ്ങനെ നിപ്പിച്ചു കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയത്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് സമയം കുറവാണല്ലോ. അപ്പം നമ്മൾ തൊഴൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്നൊക്കെ, ഒന്നുകൂടി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് കയറിയത്. അത് കഴിഞ്ഞ് ഇതാ നേരെ അമ്പലത്തിലോട്ടേക്ക് പോവാണ്. പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നു, പിന്നെ ഞാൻ ഹസ്ബൻഡ് എസ്സയും കൂടിയിട്ട് ഇവിടെ വരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. ചെറിയൊരു നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഓരോ നിമിത്തമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ആളില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഗൈസ് വന്നത്. അപ്പോൾ അതൊക്കെ ഓരോരോ നിമിത്തങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ തൊഴൊക്കെ ചെയ്തു. എന്തെങ്കിലും ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ പായസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പായസമൊക്കെ വാങ്ങി അതൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എസ് ആണെങ്കിൽ നല്ല കളിയാണ്. ഇങ്ങനെ വന്നതിൻ്റെ ആ ഒരു ആൾക്ക് വലിയ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. വൊമിറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കരച്ചിലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അമ്പലത്തിലെത്തിയ ആൾ ഭയങ്കര ഹാപ്പിയാണ്, എൻജോയ് ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ നിലത്തിറക്കായിട്ടുള്ള ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിലത്തു നിന്നൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തൊഴുത് കഴിഞ്ഞ് നേരെ താഴെ തന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ തൃശങ്കയും കുഞ്ഞും വന്നിട്ട് ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ. ഓരോ ചന്തകളിൽ കയറേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ മെയിനായിട്ട് അവിടത്തേക്കാണ് കോൺസെൻട്രേഷൻ. എത്രയും വേഗം തൊഴുതിട്ട് ആ ഒരു ചന്തകൾ, ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വിഷ്ണു ക്ഷേത്രത്തിലെത്തി. ഇവിടുന്ന് തൊഴുത് ഇനിയിപ്പോൾ നേരെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഊണും ഈ ഒരു സമയത്ത് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കഴിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിനെ. എസക്കുട്ടിയാണെങ്കിൽ പിന്നെ എവിടെ പോയാലും ആൾക്ക് കളി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എസ്സിയും ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. ആൾക്കാണെങ്കിൽ ചെറിയ ഉറക്കൊക്കെ വന്ന് തുടങ്ങിയൊരു അതാണ് കേട്ടോ ആവിയിടുന്നത്. ആവിയൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. കൊട്ടുവായ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. അങ്ങനെ ഞങ്ങളുടെ ഒരു ചന്തയിലൊക്കെ കയറി വരുന്ന വഴിക്ക് പിന്നെ ഇങ്ങനെ കുറച്ച് ചന്തയിലൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിനെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും വാങ്ങാനൊന്നുമില്ല, എന്നാലും എനിക്കിങ്ങനെ ഓരോന്ന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ച സമയത്ത് വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വാങ്ങാനെല്ലാം പറ്റും, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വാങ്ങാനായിട്ട് എനിക്ക് തോന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ നേരെ ഞങ്ങൾ ബീച്ചിലോട്ടേക്ക് പോവാണ് കേട്ടോ. മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ടേക്ക് പോവാണ്. എസക്കുട്ടിയാണെങ്കിൽ ഇതാ കളിച്ചുകൊണ്ട്, എസക്കുട്ടിക്ക് കുറച്ച് ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ഒരുപാടൊന്നുമില്ല, കാരണം ആളങ്ങനെ കളിക്കുകയൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വാങ്ങി. ഇനിയിപ്പോൾ നേരെ ബീച്ചിലോട്ടേക്ക് പോവാണേ. പിന്നെ പോകുന്ന സമയത്ത് വന്നിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അന്ന് ഭയങ്കര ഒരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു വോക്ക് വേ ഒക്കെ അവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം ഭയങ്കര ബ്ലോക്ക് വന്നത് കേട്ടോ. നടന്നു കഴിഞ്ഞാൽ അതിനും പെട്ടെന്ന് എത്തും എന്നുള്ള രീതിയിൽ അത്രയും ബ്ലോക്കായിരുന്നു.
അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സമയം നിന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. അവിടെ എത്തിയപ്പം ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു നൈറ്റ് വൈബ് വന്നിട്ട് നല്ല രസമാണ്. ആ ഒരു വോക്ക് വേ ഒക്കെ കാണാനായിട്ട് നിറയെ ആൾക്കാരായിരുന്നു. അന്ന് വന്നിട്ട് നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എസ്സേനെ കളിപ്പിക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ഇങ്ങേ സൈഡായിപ്പോയി, അത് അങ്ങേ സൈഡാണ്. അപ്പോൾ അത്രയും ദൂരം നടക്കണം. അപ്പോൾ അത്രയും ദൂരം നടന്ന് ഞങ്ങൾ എത്തിയിട്ട് നോക്കുമ്പോൾ എസ്സൊക്കെ കളിക്കാനുള്ള ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ. പിന്നെ ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിലൊക്കെ അങ്ങനെ, പക്ഷേ എസ്സൊക്കെ ഒറ്റയ്ക്ക് അങ്ങനെ ആടാനായിട്ട് പറ്റൂല. ഞങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ എത്തി. കുഞ്ഞൂനും തൃശങ്കയ്ക്കും പക്ഷേങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ ഊരിക്കളിക്കാനും അങ്ങനെയൊക്കെ. പിന്നെ എസ്സേനെ വന്നിട്ട് ഞാൻ പിള്ളേരെ മടിയിലൊക്കെ ഇരുത്തി ജസ്റ്റ് ഒന്ന് ഊരിക്കളിപ്പിച്ചു കേട്ടോ. ഊഞ്ഞാലിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചു. പിന്നെ എസ്സക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഉറക്കിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോവാണ്. സൈഡിൽ ഫുഡൊക്കെ വാങ്ങാനായിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.